ഐക്യ കേരളത്തിൽ ഒന്നാമത്തെ മന്ത്രിസഭ അംഗീകരിച്ചത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഭൂമി നൽകാനുള്ള ഭൂപരിഷ്കരണമാണ്. എന്നാൽ ഈ ബഡ്ജറ്റിലെ രണ്ടാം ഭൂപരിഷ്കരണം വൻകിട കോർപ്പറേറ്റുകൾക്ക് കേരളത്തിന്റെ ഭൂമി തീരെഴുതാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന ഒരു പേര് പറയുകയുണ്ടായി. അതൊരു പുതിയ അവതാരമാണ്. അത് നേരത്തെ ഗുജറാത്തില് ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്നും അദ്ദേഹം മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം രൂപപ്പെടുത്തിയ പല പദ്ധതികളിലൊന്നാണെന്നും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. ഇവിടെ ഗാന്ധിജിയുടെ ആശയങ്ങളെ കുറിച്ച്, നെഹ്റുവിന്റെ ആശയങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആ ആശയങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ ഗുജറാത്ത് മുതലാളിമാരുമായി ചങ്ങാത്തം കൂടുന്നു, ചാർട്ടേഡ് വിമാനത്തിൽ പോയി രഹസ്യ സംഭാഷണം നടത്തുന്നു, കേരളത്തിൽ ഗുജറാത്തിലെ നിയമങ്ങളെ ഇറക്കുമതി ചെയ്യുന്നു. ഇതിലും വലിയ അത്ഭുതമൊന്നും ഈ ബഡ്ജറ്റിൽ ഇല്ല സാർ.